ശ്രീ വി വസീഫ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം വോട്ടിനു കിറ്റ് എന്നൊരു ആരോപണം ഉണ്ടാകുകയാണ്. ഒളേരിയിലാണ് ആദ്യത്തെ സംഭവം ഉണ്ടാകുന്നത്. അവിടെ വി എസ് സുനിൽകുമാർ അടക്കം വരികയും വലിയ പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്തു. ഒരു ഉന്നതി കേന്ദ്രീകരിച്ച് വലിയ തോതിൽ പാവങ്ങൾക്ക് കിറ്റ് വിതരണം ഉണ്ടാവുകയാണ്. പിന്നീട് അത് നമുക്ക് കാണാൻ കഴിയുന്നത് അടുത്ത മണ്ഡലത്തിലാണ്, മണലൂരിൽ കാണാൻ കഴിയുകയാണ്. ഇന്നിപ്പോൾ തൃശ്ശൂരിൽ 750 കിറ്റുകൾ BJPയുടെ ഒരു പ്രാദേശിക നേതാവിന്റെ സഹോദരന്റെ, അബിന്റെ സഹോദരൻ അനീഷിന്റെ അച്ചാർ കമ്പനിയിൽ നിന്ന് അച്ചാർ കമ്പനിയിൽ അരിയും പരിപ്പും വെളിച്ചെണ്ണയും അടക്കമുള്ള സാധനങ്ങൾ ഇരിക്കുകയാണ് കിറ്റായിട്ട്. ഏതാണ്ട് 900 രൂപ വില വരുന്ന കിറ്റുകൾ, 1000 രൂപ വില വരുന്ന കിറ്റുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ നിലയ്ക്കുള്ള വോട്ടിനുള്ള കൈക്കൂലി വിതരണം എങ്ങനെയാണ് നാട്ടിൽ നടക്കുക? ഇപ്പോൾ രമേശ് പിഷാരടിയെ വഴിയിൽ തടഞ്ഞതിനെ മുഖ്യമന്ത്രി തന്നെ രൂക്ഷമായി വിമർശിച്ച സംഭവമാണ്. അതെ, ഇവിടെ ഈ BJP എന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രീയത്തിന് നമ്മുടെ നാട്ടിൽ ഒട്ടും സ്വീകാര്യതയില്ല എന്ന് ബോധ്യപ്പെട്ട ഒരു പ്രസ്ഥാനമാണ്. അവരുടെ രാഷ്ട്രീയം ഈ നാട്ടിൽ ചിലവാകില്ല, നാട്ടിലെ ജനങ്ങൾ അവർക്ക് വോട്ട് ചെയ്യില്ല എന്ന് ഉറപ്പുള്ളവർ 2016 അവർക്ക് കിട്ടിയ അതേ വോട്ടിംഗ് ശതമാനമാണ് ഇപ്പോൾ ഇക്കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അവർക്കുള്ളത്. അതിനപ്പുറത്തേക്ക് അവർ വളരുന്നില്ല, അവർ താഴോട്ടേക്കാണ് ഇപ്പോൾ വന്നത്. മുന്നേറ്റവും ഇന്ത്യയിലാകെ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടും അതെ, ലോകസഭയിൽ നിന്ന് താഴോട്ടേക്ക് വരുന്ന രീതിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കയ്യൂക്കിലൂടെയും പണം എറിഞ്ഞുമൊക്കെ ജനവിധിയെ അട്ടിമറിക്കാം എന്നുള്ള ഒരു ധാരണയാണ് BJPക്കുള്ളത്. നിങ്ങളിപ്പോൾ പാലക്കാടുള്ള വിഷയം പറഞ്ഞു, നമ്മൾ അതിനെതിരെയൊക്കെ പ്രതികരിച്ചു, അത് വിഷ്വൽ സഹിതം കിട്ടി. ഞങ്ങൾ ഇന്ന് ഇപ്പോൾ കോഴിക്കോട് സൗത്തിലെ സ്ഥാനാർത്ഥിക്കെതിരെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അതെന്തെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടു കാണും, പ്രദേശത്താകെ BJPക്ക് ഒരു 10% 12% വോട്ടിൽ കിട്ടുന്ന പ്രദേശത്തൊക്കെയുള്ള ഒരു പ്രചരണം സാധാരണ ഒരു തെരഞ്ഞെടുപ്പിൽ ചെലവഴിക്കാൻ പറ്റുന്ന തുകയുടെ എത്രയോ ഇരട്ടി അവർ ഈ റോട്ടിൽ ചെലവഴിക്കുന്നു എന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഹോർഡിങ്സുകൾ മാത്രമല്ല, വലിയ രീതിയിൽ ഒരു ബൂത്തിന് താങ്ങാൻ പറ്റാത്തത്രയും. ഇന്നിപ്പോൾ ഞാൻ തന്നെ 1-2 വിഷ്വൽസ് എടുത്തിട്ടുണ്ട് പല സ്ഥലത്തും. ആ ബൂത്ത് ഓഫീസിൽ അവർക്കത് കെട്ടാനൊന്നും ആരുമില്ല, പക്ഷെ അട്ടിക്ക് ഈ കാർഡ്ബോർഡുകളും മറ്റുമൊക്കെ അവിടെ ഇനിയും ബാക്കിയായി. ഇത്രയൊക്കെ കെട്ടിയിട്ടും പണം ചെലവഴിക്കുക, ആളുകൾക്ക് പണം കൊടുക്കുക, അതോടൊപ്പം കിറ്റ് കൊടുക്കുക, എന്തൊക്കെ ചെയ്യാൻ പറ്റും പ്രൊഫഷണലുകളെ വെച്ചൊക്കെ വലിയ രീതിയിലേക്ക് ആളെ കൊണ്ടുവന്ന് ആളെ ഹയർ ചെയ്ത് പണം ചെലവഴിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ അവർക്ക് അനുകൂലമാക്കാൻ പറ്റും എന്നുള്ളൊരു ശ്രമമാണ് അവർ നടത്തുന്നത്. അപ്പോൾ അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇതോടൊപ്പം തന്നെ എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇന്ന് മറ്റൊരു പരാതിയുണ്ട്. ബേപ്പൂരിലെ UDF സ്ഥാനാർത്ഥി അവിടെ ഒരു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ കയ്യിൽ പണം കൊടുത്ത് ആ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബേപ്പൂരിൽ പണം കൊടുത്തതുമായി ബന്ധപ്പെട്ട് മാറാട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. UDFും ഇത് ചെയ്യുന്നുണ്ട്, അവർക്ക് പറ്റാവുന്നിടങ്ങളിലെല്ലാം ആ രീതിയിലേക്ക് പോകുന്നുണ്ട്. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ പറയാനുള്ളത്, ജനാധിപത്യത്തെ പണം കൊടുത്ത് വിലക്കെടുക്കാൻ ആരും മെനക്കെടരുത്. അതൊരു ശരിയായ രീതിയല്ല. കേരളത്തിലെ ജനങ്ങൾ അതിനെല്ലാം തിരിച്ചറിയും. ഈ പണം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ സ്വാധീനിക്കാനുള്ള ഇവരുടെ എല്ലാം ശ്രമം ഈ കേരളത്തിലെ പ്രബുദ്ധ ജനങ്ങൾ, വോട്ടർമാർ തിരിച്ചറിഞ്ഞ് ഇതിനെതിരെ എല്ലാം പ്രതികരിക്കും. സത്യസന്ധമായി നമ്മുടെ നാട്ടിലെ വികസനത്തെയും ഈ നാടിൻ്റെ ഭരണത്തെയും ക്ഷേമത്തെയും ഒക്കെ വിലയിരുത്തി വോട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അതിനപ്പുറത്തേക്ക് പണം കൊടുത്ത് ആളുകളെ സ്വാധീനിച്ച് മുന്നോട്ട് പോകാം എന്നുള്ള ഈ BJPയുടെയും ഇപ്പോൾ ബേപ്പൂരിൽ നിന്ന് കണ്ട UDFിൻ്റെയും ഒക്കെ ശ്രമത്തെ ഈ കേരളവും ഞങ്ങളുമൊക്കെ പ്രതിരോധിക്കും എന്ന് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ഡിബേറ്റ് വിത്ത് മാധു സജി.